എടാ നീ എന്തിനാ കൈയടിക്കണേ? ആന വരാതിരിക്കാൻ. അതിനിവിടെ ആന വന്നില്ലല്ലോ. ഞാൻ കൈയടിക്കുന്ന കൊണ്ടാ ആന വരാത്തത്. അതെ, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ് ഞാൻ. ഇയാൾ ഈ ചുമരും നോക്കി ഇങ്ങനെ നിൽക്കുക. ഒന്ന് ചോദിച്ചു നോക്കാല്ലേ? നമുക്ക് ചോദിച്ചു നോക്കാം. അതെ, ഞാനിവിടെ വന്നപ്പോ തൊട്ട് നിങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചുമരും നോക്കി ഇങ്ങനെ നിൽക്കുക. നമ്മളെ നോക്കിയിട്ടൊന്നും കാണുന്നു. അല്ല, എന്താ സംഭവം? നിങ്ങളിപ്പോ വന്നേ? ഞാൻ വന്നിട്ടൊരു 1 മണിക്കൂർ. 1 മണിക്കൂർ കഴിഞ്ഞ് 2 കൊല്ലം ഞാനിവിടെ നോക്കി തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ല. പിന്നെ 1 മണിക്കൂർ മുമ്പേ വന്ന് നിങ്ങൾ നോക്കിയിട്ട് കാണാൻ ഓരേ. അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിഷമിക്കട്ടെ, എല്ലാം പറഞ്ഞാലും ഓക്കെ, ഒരു പ്രശ്നമില്ല. സാർ ഒരു അപേക്ഷയുണ്ട് സാർ. അപേക്ഷയോ? എന്തപേക്ഷ? എനിക്ക് ഭ്രാന്തിന്റെ ഇവിടെ കൊണ്ടുവന്നാണ് സാർ. എല്ലാം മാറി സാർ. 5-6 മാസമായി. ഇവർ ഇതുവരെ എന്റെ അടുത്ത് വിട്ടയച്ചില്ല. സാർ ഒന്നെന്നെ രക്ഷിക്കണം. എന്താ ഡോക്ടർ, എന്താ ഇത്? തനിക്ക് എന്താ എക്സ്ക്യൂസ് പറയാനുള്ളത്? തനിക്ക് എന്താ ശമ്പളം തരണേ? വേണ്ട, നോ എക്സ്ക്യൂസ്. വേണ്ട. ഒന്ന് എന്നെ രക്ഷിക്കണം. ഒന്നും പേടിക്കണ്ട, ഞാൻ തിരുവനന്തപുരത്ത് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ കാര്യം, അത് കഴിഞ്ഞാൽ മറ്റു കാര്യമുള്ളൂ. അപ്പൊ സന്തോഷമല്ലേ? മറക്കരുത്, അത് മതി. വേണ്ട പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ. അയ്യോ, എന്റെ അമ്മോ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. തിരുവനന്തപുരത്ത് എത്തിയ ഉടനെ എന്നെ റിലീസാക്കാനുള്ള ഓർഡർ ആക്കണോ? ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. എന്നതാ കാണിക്കുന്നത്? കോമളവില്ല, നിനക്ക് നേരെ ചൊവ്വരുത് പിടിച്ചാനെന്ത്? പിന്നെ നിന്റെ സ്വന്തം അപ്പനിട്ട പേര് നീ ഇങ്ങനെ തള്ളി പറയരുത് കേട്ടോ. എന്ത് കഷ്ടം. നീ പിടിച്ച വാദം പിടിച്ചേ. പറഞ്ഞ പോലെ നാളെയാണല്ലോ വർഗീസിന്റെ കല്യാണം. എന്നാ അവന്റെ സമ്മാനമായിട്ട് കല്യാണത്തിന് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുക അല്ലേ? നിങ്ങളല്ലേ പറഞ്ഞ വർഗീസ് ആള് ശരിയല്ല, അവനിട്ട് ഒരു പണി കൊടുക്കണം. കൂട്ടുകാരുടെ കല്യാണത്തിന് മൊബൈൽ ഫോണ്. എടി, ഞാൻ അവന് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്താൽ അവൻ എങ്ങനെങ്കിലും അതിനൊരു കണക്ഷൻ എടുക്കും. അങ്ങനെ വരുമ്പോ അവൻ ബില്ലടച്ച് കുത്തുപാള എടുക്കും. എനിക്കതങ്ങ് പോയില്ല. ദൈവമേ, നിങ്ങളുടെ ഒടുക്കത്ത ബുദ്ധിയാ. നിങ്ങൾ ആരുടെയൊക്കെയോ എടി വാച പിടിച്ചേ ശരിക്കും പിടിച്ചോണം കേട്ടോ. കഥ മുട്ടിക്കല്ലേ, കഥയുടെ പേര് പോയി. പിന്നെ അത് ഞാൻ അടയ്ക്കണം. പയ്യെ പിടിക്കാൻ ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്നെ കൂടെ ഒന്ന് വിളിക്കാൻ പാടില്ല. ഞാൻ സഹായിക്കത്തില്ല. ദൈവമേ, മുതലാളി എത്ര കിലോ ഉണ്ട്? 90 കിലോ. കൊച്ചമ്മ എത്ര കിലോ ഉണ്ട്? 90, 50, 145. ഞാൻ 75 കിലോ. 145, 75, 230 കിലോ. ഈ കട്ടിൽ എത്ര കിലോ ഉണ്ട്? 25 കിലോ. 240 കിലോയുള്ള നമ്മള് നിസ്സാരമായി 25 കിലോ ഉള്ള കട്ടില് പുറത്തോട്ടാക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടൻ തന്നെയാണ്. നീ എങ്ങോട്ട് ഇറക്കാൻ നോക്കി? ഞങ്ങൾ ഇത്ര നേരം ഈ കട്ടിൽ അകത്തോട്ട് എടുക്കാനാണ് നോക്കിയത്. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. അല്ല, പിന്നെ എന്നോടാ കളി. രാത്രി എത്ര ലേറ്റ് ആവും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തൊരു കഥയായി.
ഒരാളെയും കാണുന്നില്ല. പേടിച്ചു പോയല്ലേ? പിന്നെ പേടിച്ചു പോയിട്ട് രാത്രി വന്നിട്ട് ഇങ്ങനെ ആരായാലും പേടിച്ചു പോകും. അർദ്ധരാത്രി സമയമൊക്കെ അല്ലേ? അതെ. അപരിചിതനായ ഒരാളെ ഇതുപോലൊരു വഴിയിൽ വെച്ച് കണ്ടാൽ ആരായാലും പേടിച്ചു പോകും. പോയി. എവിടെ പോകുന്നു? ഞാൻ ഭാര്യ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സെക്കൻഡ് ഷോ കണ്ട് അതാകെ ലേറ്റ് ആയി പോയി. എല്ലാം കൂടി ലേറ്റ് ആയിട്ട് ഒറ്റക്ക് എന്താ ചെയ്യേണ്ടത് തിരിയാണ്ടിരിക്കുമ്പോ ഒരു കുരിശ് കണ്ടത്. ആ കുരിശിന്റെ പോലെ മുട്ടം കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോ കംപ്ലീറ്റ് കുരിശല്ലേ. സെമിത്തേരി. തമാശയായിരിക്കുന്നു, ഒരു തമാശയായിരിക്കുന്നു. ഒരു കഥാപ്രസംഗത്തിന്റെ ആളെ പോലെ ഉണ്ടല്ലോ. എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ സൗണ്ട് ഇതെല്ലാം കേൾക്കുമ്പോ. അതെ 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 അതെ. ഒന്ന് ചോദിക്കട്ടെ, ഒരു തബലിസ്റ്റ് ആണല്ലേ? തന്നെ മോന്ത കണ്ടാൽ അറിയാം തബലയുടെ പുറത്ത് മഷി വരട്ടിയ പോലെ ഉണ്ട്. ഞാൻ വരുന്നതോ ഞാൻ പോകുന്നതോ അതൊരു വലിയ കഥയാണ് മകനെ. ഒരു വലിയ കഥയാണ്. കഥാപ്രസംഗക്കാരനാണല്ലോ. ഒരു കഥന കഥയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ കഥ പറഞ്ഞുകൊണ്ട് നമുക്കങ്ങ് യാത്ര തുടങ്ങാം. ഒരു സവാരി ഒരുമിച്ച് നമുക്കങ്ങ് തുടരാം. ഒരുമിച്ചോ നമുക്കൊരു സവാരി പോകാം, ഒരുമിച്ചോ നമുക്കൊരു എന്താ ഇത്? സവാരി പോകുന്നതിന്റെ എഫക്ട് കുതിരപ്പുറത്തൊന്നല്ല സവാരി പോണത്, അല്ലല്ലോ. ആ സ്പെഷ്യൽ എഫക്ട് വേണ്ട. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പുരാതന ആഢ്യ കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നു. എനിക്ക് സ്വന്തം എന്ന് പറയാൻ സുന്ദരിയും സുശീലയും കന്യകയുമായി എന്റെ ഭാര്യ മാത്രം. നിങ്ങളെ ഭാഗ്യം. എത്രയാ ഭാര്യമാര്, സുന്ദരിയും സുശീലയും കോമളിയും എന്തെല്ലാം. എടോ, അതൊക്കെ എന്റെ ഭാര്യയുടെ വിശേഷണങ്ങളാണ്. ആകെ മൊത്തം ടോട്ടൽ. എന്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങിക്കിടക്കുന്ന കഥാപ്രസംഗമാണല്ലോ. ഹാർമോണിയത്തിൽ വിറ്റിടാൻ വേണ്ടിട്ട് കൊടുത്ത ഭാഗമാണത്. സെക്കൻഡ് പാർട്ടുണ്ട്. കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങിക്ക കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങിക്കിടക്കുന്ന താലി കണ്ടോ? ആ താലി കണ്ടാൽ അറിയാം അവളൊരു പതിവ്രത രത്നമാണെന്ന്, ഒരു കാശിത്തുമ്പ പൂവാണെന്ന്. അങ്ങനെയുള്ള എന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പറയില്ല. എടോ, നിലയിളക്കാൻ വെച്ച പറ കാണാനില്ല. ഞാൻ ഉടൻ തന്നെ എന്റെ പ്രിയപത്നിയെ പറ കൊണ്ടുവരുന്ന ഏതാ ആ കാണുന്ന പുഞ്ചപ്പാടത്തിനപ്പുറം ഒരു വീടുണ്ട്, അവിടേക്ക് പറഞ്ഞേക്കുന്നു. ആ പുഞ്ചപ്പാടത്ത് ആ പുഞ്ചപ്പാടത്ത് ആ പുഞ്ചപ്പാടത്ത് ആ പുഞ്ചപ്പാടത്ത് ആദ്യത്തെ പുഞ്ചപ്പാടൊക്കെ രണ്ടാമത്തെ പുഞ്ചപ്പാടൊക്കെ മൂന്നാല് പുഞ്ചപ്പാടോ. അത് നേരം വിളിക്കുന്ന ഒരു കഥ പറയാൻ വേണ്ടി ഞങ്ങൾ കാഥികന്മാരിക്കുന്ന ഒരു ശൈലിയാണ്. നിമിഷങ്ങൾ കടന്നുപോയി, കനം തൂങ്ങുന്ന നിമിഷങ്ങൾ, ഭ്രാന്തമായ മൗനങ്ങൾ. അതാ നിമിഷങ്ങൾക്കപ്പുറം അതാ പറയുമായി അവളത് ആ പുഞ്ചപ്പാടത്തോടെ നടന്നു വരികയാണ്. മന്ദം മന്ദം നടന്നു വരികയാണ്. എന്താ ഇത്? എന്റെ സുന്ദരിയായ ഭാര്യ മന്ദം മന്ദം നടന്നു വരുന്ന ശബ്ദമാണ് ഒരു മാക്കാച്ചി തവള വരുന്ന ശബ്ദം പോലെ കേൾപ്പിക്കുന്നത്. പെട്ടെന്ന് അന്തരീക്ഷത്തിലാകെ ഒരു മാറ്റം. മാനത്ത് മിന്നൽ പിടറുകൾ, നക്ഷത്രങ്ങൾ കോറുന്നു. ഒരിടി, ഒരു മിന്നൽ. പറയില്ല. എടോ, പറയില്ല, അവളില്ല, അവര് തിരുത്ത ഭൂമി പോലും ഇല്ല, ഒക്കെ ഇടിവീട് പോയി. എന്റെ പ്രിയപത്നിയുടെ ശവം കൂടി ഇരുന്നത് കൂടെ ഞാനിത് പ്രതിജ്ഞ എടുത്തു. എനിക്ക് മരിക്കണം. പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്റെ കൂടെ പോരുവാ. ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ കിടക്കുന്ന ഒരു 6 മീറ്റർ നീളമുള്ള കയർ, അതുമായി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ച് എന്റെ തൊട്ടപ്പുറത്തെ തോമാച്ചന്റെ പറമ്പിലെ വരിക്കപ്ലാവിനെ ലക്ഷ്യമാക്കിയതാ ഞാൻ ഓടുകയാണ്. താനൊരു മണ്ടനാണല്ല. വേറൊരു സംഭവം ഉണ്ട്. ഈ തോമാച്ചിന് ഞാൻ ചെറിയൊരു ഉടക്കുണ്ട്, അതിർത്തി പ്രശ്നം. അപ്പൊ അവിടെ തന്നെ തൂങ്ങി മരിക്കുകയാണെങ്കിൽ വല്ല വെള്ളിയാഴ്ച ചൊവ്വാഴ്ച വരുമ്പോ തോമാച്ചൻ രാവിലെ ഒന്ന് മൂത്രം ഒഴിക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോ ഇതാ ഇങ്ങനെ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനല്ല. അങ്ങനെ ആ മാവിലേക്ക് ഞാൻ വലിഞ്ഞു കയറി, കഴുത്തിൽ കുരുക്കിട്ട് പ്രിയപ്പെട്ടവളെ, ഇല്ലാത്ത ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലെ ജീവിച്ചിരിക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനതാ എടുത്തു ചാടി. ആകണോ മറ്റേ കയറിന്റെ അറ്റം ഉണ്ടല്ലോ, ഞാൻ മരത്തെ കെട്ടാൻ മറന്നുപോയി. വീണ് നടുവൊടിഞ്ഞ് കിറപ്പാണ്. ഒരു മാസം ആശുപത്രിയിൽ നിന്നിറങ്ങി. പക്ഷെ എനിക്ക് മരിക്കണം, മരിച്ചേ മതിയാകൂ. ഞാൻ വീട്ടിൽ വന്ന ഉടൻ തന്നെ ഈ പ്ലഗിലെ വയറുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി അടിച്ച് മരിക്കാമല്ലോ, അത് ഞാൻ വലിച്ചൂരി എന്റെ വില്ലതിലേക്ക് കുത്തി കയറ്റി.
സുണുവാ. ആ സെക്കൻഡിൽ പോയ കറണ്ട് 15 ദിവസത്തേക്ക് പഞ്ചായത്തിൽ ടോട്ടൽ പവർ കട്ടാണ്. മരിക്കാൻ വിചാരിച്ചാൽ സമ്മതിക്കാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? പക്ഷേ മരിച്ചേ മതിയാവൂ. ഭാര്യ മരിച്ചിട്ട് പിന്നെ എന്തിനാ ജീവിക്കുന്നത്? അല്ല പിന്നെ ജീവിതം പകുതി തീർന്നില്ലേ സുഹൃത്തെ? ഞാൻ കടയിൽ പോയി ഒരു ഗ്ലാസ് പാൽ വാങ്ങി, ഒരു കുപ്പി വിഷം വാങ്ങി എന്റെ വീട്ടിലെത്തി. എന്റെ വാതിലും ചെല്ലുമതാ ഞാൻ മലർക്കെ അടച്ചു. എന്താ ഇത്? വാതിലും ജനലും അടക്കുന്നതിന്റെ അതിന്റെ ഒച്ചാണ് കേട്ടത്. ആ. എന്റെ വീട്ടിൽ ആകെ ഒരു വാതിൽ ഒരു ജനലുവേ ഉള്ളൂ. ഒറ്റന്നേ ഉള്ളൂ. ആ. എന്തേ? എന്റെ വീട്ടിൽ വാതിലും ജനലും ഇല്ല. ഒന്നുമില്ല. സമാധാനം എന്നാ ഇല്ല. പിന്നെ അടക്കുകയും വേണ്ട. ആ വിഷം ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് പാലിൽ കലർത്തി അതാ എന്റെ പ്രിയപത്നിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആത്മാർത്ഥത്തിന് പര്യായമായി ഭർത്താവായ ഞാൻ അതാ കുടിക്കുകയാണ്. ആ പ്ലും. പിന്നെന്നാ വെച്ചേ? ആ ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിച്ചെതറി ഒച്ചയാണ് അതാ ബ്ലും എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ നോക്കുമ്പോ നിലത്തിങ്ങനെ കുപ്പിച്ചില്ലൊക്കെ പൊട്ടിച്ചെതറി കിടക്കുകയാണ്. ആരുടെ കയ്യേലും കാലയിലും കൊണ്ട് കയറിയുള്ള അവസ്ഥ അറിയാമല്ലോ. ഒരു ഉപകാരിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിതെല്ലാം കൂടി ഒരു വാരിപ്പോത്തി ഒരു കടലാസി വാരി കെട്ടി വീടിനടുത്തൊരു കയ്യാലപ്പത്തുണ്ട്. ആ കയ്യാലപ്പത്തിലെ കൊണ്ട് വെച്ചു. ആ കയ്യാലപ്പത്തിലൊരു മൂർക്കപ്പാപ്പുണ്ടായിരുന്നു. ആ മൂർക്കപ്പാപ്പ് എന്ത് ചെയ്യുന്നറിയാമോ? എന്റെ കയ്യിൽ ആഞ്ഞൊരു കൊത്ത്. മാമിന്റെ വല്ല് പോയിട്ടുണ്ടാവും. ഇല്ലെന്നേ, കറക്റ്റായിട്ട് മൂർക്കപ്പാമ്പ് കടിച്ച് വിഷം ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ മരിച്ചിവിടെ എത്തിയത്. അങ്ങനെയാ സംഭവം. എന്നിട്ട് ഈ ഗ്ലാസിന്റെ ഇതെല്ലാം കൊണ്ടിട്ട് കയ്യാലപ്പത്തിൽ വെച്ചിട്ട് ആരോടൊന്നും പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല. എന്താ ഒരാളെ കണ്ടെങ്കിലോ പ്രേതം എന്തായാലും മൂത്രയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഹലോ, നമസ്തേ. നിങ്ങളെ കിട്ടി ഭാഗ്യായി. നന്നായല്ലേ? അമ്മോ, എന്താ ഈ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എന്താ ഈ അസമയത്ത്? അസമയത്ത് ഒന്നും പറയണ്ട. അങ്ങനെ ഭാര്യന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഞാൻ അങ്ങോട്ട് എന്താ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോണം? പ്രേതോ? ഞാൻ കണ്ടത് നിങ്ങൾക്ക് പറഞ്ഞ നീ പോന്ന് വഴിക്കാ ഞാൻ കണ്ടതാ നേരിട്ട്. എന്താടോ നീ പറയണേ? ജുബ്ബക്കെട്ടിട്ട് കഥാപ്രസംഗം പറഞ്ഞു. ഞാൻ ആകെ ആദ്യം ആ ജുബിട്ട് കഥാപ്രസംഗം ചെയ്ത നമ്മളെ മത്തായിനാണ് നീ കണ്ട്. അയ്യോ, അയാൾ ആളൊരു തമാശക്കാരനാടോ. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിക്കും. അയാള് നമ്മളെ വളരെ അയൽവാസികളല്ലേ, കൂട്ടുകാരല്ലേ, അറിയുന്ന ആളാണെന്നോ. ഞാൻ തൊട്ടപ്പുറത്ത് അവൻ ഇപ്പുറത്ത്, അങ്ങനെയല്ലേ നമ്മള്. അതായത് പറഞ്ഞാല് ഇവൻ ഇപ്പുറത്തെ കുഴിയില്, ഞാൻ ഇപ്പുറത്തെ കുഴിയില്. അങ്ങനെയാ ജീവിതം. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല.